ഇറങ്ങിയ സമയത്ത് എല്ലാ പ്രേക്ഷകരിലേക്കും എത്താതെ പോയ സിനിമ. എന്നാൽ കാലങ്ങൾക്കിപ്പുറം ഒരു കൾട്ട് ക്ലാസിക്കായി മാറിയ സിനിമ. അതാണ് അൻപേ ശിവം. അൻപേ ശിവം ഇന്ന് പലർക്കും ഒരു ബൈബിളാണ്. ഇതിലെ ക്യാരക്ടേഴ്സും ഇതിൽ പറയുന്ന ഐഡിയോളജീസ്, ഇതിൻ്റെ തീം കാലങ്ങൾക്കിപ്പുറമാണ് പല പ്രേക്ഷകരിലേക്കും എത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാവുന്നത്. എ ആർട്ട് ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം എന്ന് പറയുന്ന പോലെയാണ് അൻപേ ശിവത്തിലെ പല മീനിങ്ങും നമുക്കതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സമയമെടുത്തു എന്നുള്ളതാണ് സത്യം. ഈ സിനിമയിൽ കമൽഹാസൻ ആസ് എ റൈറ്റർ, ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീയിങ് എടുത്ത എഫേർട്ടിന് അതിനനുസരിച്ചൊരു റിസൾട്ടല്ല ഇതിറങ്ങിയ സമയത്ത് ബോക്സ് ഓഫീസിൽ കിട്ടിയത്. എന്നാൽ കാലങ്ങൾക്കിപ്പുറവും ഇതൊരു ചർച്ചാ വിഷയമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തൻ്റെ കല്യാണ ആവശ്യത്തിനായിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കാത്ത് നിൽക്കുകയാണ് അൻപരസ്, മാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അവിടെ വെച്ചിട്ട് ഇദ്ദേഹം കണ്ടാലൊരു ഭീകരത തോന്നിക്കുന്ന, മുഖത്ത് പാടും തഴമ്പുമായിട്ടുള്ള നല്ല ശിവൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കണ്ടുമുട്ടുകയാണ്. അതാണ് കമൽഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഇവിടെ നിന്ന് ഇവർ രണ്ടാളിലും തമ്മിലുള്ള യാത്ര എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ, അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെ, ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിലുള്ള ബോണ്ട് എങ്ങനെ, ഇവർ തമ്മിലുള്ള ഡൈനാമിക്സ് എങ്ങനെ. ഇവർ രണ്ടാളും രണ്ട് എക്സ്ട്രീമായിട്ടുള്ള ഐഡിയോളജീസ് ഉള്ളവരാണ്. ഒരാൾ ജീവിതത്തിനെ എല്ലാത്തിനെയും ഒരു മുൻവിധിയോടെ കാണുന്ന ഒരാളും മറ്റൊരാൾ ജീവിതത്തിനെ എല്ലാം പോസിറ്റീവായി കാണുന്ന ഒരാളുമാണ്. സോ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി അൻപേ ശിവത്തിനെ ഒരു സ്പെഷ്യലാക്കി മാറ്റുന്നുണ്ട്. സോ ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിലുള്ള യാത്രയാണ് അൻപേ ശിവത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അൻപരസിൻ്റെയും നല്ല ശിവത്തിൻ്റെയും ഒരു ജേണിയാണ് അൻപേ ശിവത്തിൻ്റെ പ്ലോട്ട്. പക്ഷെ അത് മാത്രമല്ല അൻപേ ശിവം. ഇതിൽ നല്ല ശിവം ആയിക്കോട്ടെ, അൻപരസ് ആയിക്കോട്ടെ, അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. നല്ല ശിവത്തിന് ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന നേഴ്സ് തൊട്ട് പല ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ മോൾഡാക്കുന്നുണ്ട്. ഇതേപോലെയാണ് അൻപരസിനും. ഈ ഒരൊറ്റ യാത്രയിൽ അദ്ദേഹം പലതരത്തിലുള്ള മനുഷ്യന്മാരെ കാണുന്നുണ്ട്. അതുവരെ എല്ലാം ഒരു മുൻവിധിയോടെ കണ്ടിരുന്ന അദ്ദേഹം പലതും റിയലൈസ് ചെയ്യണം. ഇതിലേറ്റവും മെമ്മറബിളായിട്ടുള്ള സീനാണ്, അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്, നല്ല ശിവത്തിനെ അൻപരസ് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒരു പോയിൻ്റ് എത്തുമ്പോൾ എനിക്കൊരു ഏട്ടനില്ല, വീണ്ടും ഒരു ഏട്ടനെ കിട്ടിയല്ലോ എന്ന് പറയുന്നൊരു സീനുണ്ട്. ആ ഒറ്റം തന്നെയാണ് അൻപേ ശിവത്തിനെ ഡിഫൈൻ ചെയ്യുന്ന മൊമെൻറ്റ്. ഇതുപോലെ ഒരുപാട് സീനുണ്ട്. മുന്നപ്പിന്നെ തെറിയാതെ ഒരു പയ്യനുക്കാக കണ്ണീർ വിടുற அந்த മനസ്സിരിക്കെ അതുതാൻ കടവുൾ എന്ന് പറയുന്ന ആ ഒറ്റ ഡയലോഗ് മതി ഈ സിനിമയിൽ ദൈവത്തിനെ പോലും എങ്ങനെയാണ് കമൽഹാസൻ പോർട്രേ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ ഈ സിനിമ നോക്കുമ്പോൾ ഒരു ദൈവം ഒരു മനുഷ്യൻ്റെ ഒപ്പം ഒരു യാത്ര ചെയ്യുന്നു, എ ജേണി ഓഫ് എ ഗോഡ് ആൻഡ് ഹ്യൂമൻ. അതാണ് അൻപേ ശിവം. ഒരു ഒറ്റ യാത്രയിലൂടെ ഒരു മനുഷ്യനെ തന്നെ അദ്ദേഹം മാറ്റുകയാണ്. ഇതിൽ ശംഖു എന്ന് പറയുന്ന നായനെ നോക്കുക. എല്ലാവരും അതിനൊരു ശനിയനായി പറയുമ്പോൾ നല്ല ശിവം അതിനെ തൻ്റെ മകനായിട്ടാണ് അൻപരസിനോട് റെഫർ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതിലെ ഡയലോഗ്സ്, ഇതിൽ മുന്നപ്പിണ്ണ തെരിയാതെ ഒരു പയ്യനുക്കാக കണ്ണീർ വിടുற அந்த മനസ്സിരിക്കെ അതുതാൻ കടവുൾ, അതേപോലെ ഒരുത്തനെ കൊല്ലണോന്ന് വന്നിട്ട് മനസ്സ് മാറി അവൻ കിട്ടിയ മன்னிப்பு കേൾക്കിற அந்த മനസ്സിരിക്കെ അതുതാൻ കടവുൾ, ഡോഗ് തിരുപ്പിപ്പോട്ട ഗോഡ് വെറുതില്ല. ഇതുപോലത്തെ ഡയലോഗ്സ് നിങ്ങൾക്ക് അൻപേ ശിവത്തിലേ കാണാൻ പറ്റൂ. കമൽഹാസൻ എന്ന് പറയുന്ന ഒരു റൈറ്ററിനെ പറ്റൂ. എത്ര ഡീപ്പായിട്ടുള്ള തിങ്കിങ് ആണ്. ആ ഒരു സട്ടിലായിട്ടുള്ള മൊമെൻറ്റിൽ പറഞ്ഞു പോകുന്നതാണ്, പക്ഷെ അതിൻ്റെ മീനിങ് അത് അദ്ദേഹം അത് എങ്ങനെയാണ് അത് എഴുതിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ കാലങ്ങൾക്കിപ്പുറം അത് റീവാച്ച് ചെയ്യുമ്പോൾ പല പല മീനിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. സത്യത്തിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എപ്പോഴും ജീവിതാനുഭവമാണ് ഏറ്റവും വലുത് എന്നുള്ളത്. അൻപേ ശിവം കണ്ടു കഴിയുമ്പോഴും അങ്ങനെയാണ്, ഒരു ജീവിതം ജീവിച്ച പോലെയാണ് തോന്നുക. അവസാനം ആ നായയായിട്ട് കമൽഹാസൻ പോകുമ്പോൾ ഇനിയും ആ ഒരു ക്യാരക്ടറിൽ ഒരുപാടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ ആ നല്ല ശിവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ എത്ര സ്പെഷ്യലാക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ മാധവൻ, അതായത് അൻപരസ്, നല്ല ശിവത്തിനെ ടെററിസ്റ്റായിട്ട് തെറ്റിദ്ധരിക്കും. അപ്പോൾ നല്ല ശിവൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഒരു ടെററിസ്റ്റ് എന്നെ പോലെ മുഖത്ത് പാടായിട്ടിരിക്കണം എന്നില്ല, നിന്നെ പോലെ സുന്ദരനായിരിക്കാം,
അതേപോലെ ഒരു നല്ല മനുഷ്യൻ ഒരു സുന്ദരനായിരിക്കണം എന്നില്ല, എന്നെപ്പോലെ പാടായിട്ടിരിക്കുന്നുള്ളത്. സിനിമയുടെ ഒരു ലേറ്റർ പോയിന്റിൽ അൻപരസ് പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കണം എന്നറിയില്ല സാർ, എല്ലാവരും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ആൾക്കാരെ കൊല്ലാൻ വരെ തയ്യാറാണ് എന്നുള്ളത്. ഒരാളുടെ മുഖം നോക്കി നമുക്ക് ഒരാളെയും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ കമൽഹാസൻ്റെ ക്യാരക്ടർ നല്ല ശിവൻ പറയുന്നുണ്ട്, ഇത് തന്നെയല്ലേ ഞാൻ തുടക്കത്തിൽ നിൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ളത്. സോ അൻപരസ് ഓരോ കാര്യങ്ങൾ നല്ല ശിവൻ പറഞ്ഞതും മനസ്സിലാക്കി വരുന്ന പോലെ തന്നെ നമ്മളും ഈ സിനിമയിൽ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ സുനാമി പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് 2003 അതിനുശേഷം സുനാമി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പേ അദ്ദേഹം പറഞ്ഞു. സോ ഇതിൽ കമൽഹാസൻ എന്ന് പറയുന്ന ഒരു ജീനിയസാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കമൽഹാസൻ മാത്രമല്ല, ഇതിലെ മ്യൂസിക്, എനിക്ക് തോന്നുന്നു വിദ്യാസാഗറിൻ്റെ ടോപ്പ് 3 ഉണ്ടാകുന്നൊരു പടമായിരിക്കും അൻപേ ശിവം. ഇതിൻ്റെ ടെക്നിക്കൽ വർക്ക്സ്, ഇതിൽ ആ ഒരു ബസ് ആക്സിഡൻ്റ് ആവുന്ന സീനൊക്കെ ഇറ്റ്സ് ടോപ്പ് നോച്ച്. ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, സുന്ദർ സി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് 1 കൊല്ലത്തോളമാണ് ഈ സിനിമ കാരണം വർക്കില്ലാതിരിക്കേണ്ടി വന്നതെന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം 1 കൊല്ലത്തോളം വീട്ടിലിരുന്നാലും അദ്ദേഹത്തിന് ഇനി എത്ര സ്ഥലങ്ങളിൽ പോയാലും ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന, അതായത് ഞാൻ അൻപേ ശിവത്തിൻ്റെ ഡയറക്ടറാണെന്നുള്ള ഒരു ലേബല് അദ്ദേഹത്തിന് കിട്ടും. ഈ എല്ലാ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും അറിയപ്പെടുക അവരുടെ ബോക്സ് ഓഫീസിലോ അല്ലെങ്കിൽ ആ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായ മൂവീസ് കാരണമായിരിക്കും. പക്ഷെ കമൽഹാസൻ്റെ മാത്രം നേരെ തിരിച്ചാണ്. അദ്ദേഹം എല്ലാവരുടെയും കൂടുതൽ അറിയപ്പെടുന്നത് ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പായിട്ടുള്ള പടങ്ങൾ കാരണമായിരിക്കും. ഹേറാം, അൻപേ ശിവം, അതേപോലെ ആളവന്താൻ, ഉത്തമ വില്ലൻ എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പായ സിനിമകളാണ് കൂടുതലും. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ച പോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അതിനുള്ള തെളിവ് അദ്ദേഹം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നും ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ നല്ലൊരു കാസ്റ്റും നല്ലൊരു ടെക്നിക്കൽ ടീമിനെ അദ്ദേഹത്തിൻ്റെ കൊടുത്താൽ ഈ ലോകം തന്നെ കണ്ട ഏറ്റവും മികച്ച സിനിമ അദ്ദേഹം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനൊരു ദിവസം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഇത്രയൊക്കെയാണ് അൻപേ ശിവത്തിനെ കുറിച്ച് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല അൻപേ ശിവം, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.